സിമ്പിൾ ഡിപ്പി കിച്ചണിലേക്ക് സ്വാഗതം. ഇന്ന് നമുക്ക് വെജിറ്റബിളും ഫ്രൂട്ട്സും വെച്ച് ഒരു സാലഡ് ഉണ്ടാക്കാം. ഇത് പപ്പായയാണ്. പപ്പായ ആരോഗ്യത്തിന് വളരെയധികം നല്ലതാണ്. ഇത് ഒന്ന് നല്ലതുപോലെ മൂത്ത പപ്പായയാണ്. പഴുക്കാറായിട്ടുണ്ട്, പഴുത്തിട്ടില്ല. ഇത് 2 കപ്പ് ചെറുപയർ മുളപ്പിച്ചതാണ്. ഇനി ഒരു പാത്രത്തിലേക്ക് കുറച്ച് വെള്ളം വെച്ച് ഉപ്പിട്ട ശേഷം അതൊന്ന് തിളപ്പിച്ചെടുക്കാം. തിളച്ച ശേഷം ഈ മുളപ്പിച്ച ചെറുപയറിട്ട് ഒന്ന് കോരിയെടുക്കാം. വേവിക്കേണ്ട ആവശ്യമില്ല. ഇട്ട ഉടനെ തന്നെ കോരിയെടുക്കാം. ഇതിൻ്റെ പച്ചച്ചുവ മാറാൻ വേണ്ടിയാണ്. പ്രകൃതി ചികിത്സയിലുള്ള ഡോക്ടർ പറയും മുളപ്പിച്ച് കഴിക്കാൻ പറ്റുന്നതെല്ലാം മുളപ്പിച്ച് കഴിക്കണമെന്ന്. ചെറുപയർ മുളപ്പിച്ച് വേവിക്കാതെയും നമ്മൾ കഴിക്കാറുണ്ട്. ഇനി ഇത് വെള്ളത്തിൽ നിന്ന് കോരി മാറ്റാം. ഇനി ഒരു ക്യാബേജിൻ്റെ ഇലയെടുത്ത് ഈ വെള്ളത്തിലിട്ട് കോരിയെടുക്കാം. ഇതൊന്ന് വാട്ടിയെടുക്കാൻ വേണ്ടിയാണ് അങ്ങനെ വെള്ളത്തിലിടുന്നത്. ചെറുപയർ കോരി മാറ്റിയ ശേഷം ആ വെള്ളത്തിലേക്ക് 1 മിനിറ്റ് നേരം ഇട്ട് ഒന്ന് കോരിയെടുക്കാം. അങ്ങനെ ചെയ്യുമ്പോൾ ക്യാബേജിൻ്റെയും പച്ച ചുവയുണ്ടാവില്ല. ഇനി ഇത് എടുത്തു മാറ്റി ചെറുതായി മുറിച്ചെടുക്കാം. സാലഡിന് ഇങ്ങനെ ചെയ്താൽ നല്ലതാണ്. ഇനി ഒരു പാത്രത്തിലേക്ക് ചൂടുവെള്ളത്തിൽ നിന്ന് കോരിയെടുത്ത ചെറുപയർ ഇട്ട് കൊടുക്കാം. ഒരു സവാള മുറിച്ചതും ഇട്ട് കൊടുക്കാം. നേരത്തെ കാണിച്ച പപ്പായ ഗ്രേറ്റ് ചെയ്തതും ഇട്ട് കൊടുക്കാം. ക്യാബേജും ഇടാം. ക്യാബേജ് ചെറുതായി മുറിച്ചതാണ്. നിങ്ങൾക്ക് എന്തിൻ്റെയും പച്ചച്ചുവ മാറ്റിയെടുക്കാൻ ഇങ്ങനെ വെള്ളത്തിലിട്ട് കോരിയെടുത്താൽ മതി. ഇനി ഇതിലേക്ക് ഒരു തക്കാളി മുറിച്ചതും ഒരു ചെറിയ ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്തതും കൂടി ഇട്ട് കൊടുക്കാം. ഇത് ഒരു ആപ്പിൾ ചെറുതായി മുറിച്ചതാണ്. ഇനി ഇതിലേക്ക് 1/2 ടീസ്പൂൺ ചാട്ട് മസാല ഇട്ട് കൊടുക്കാം. 1/2 ടീസ്പൂൺ കുരുമുളകും ഇട്ട് കൊടുക്കാം. ആവശ്യത്തിനുള്ള ഉപ്പിടാം. 1 ടീസ്പൂൺ ഒലീവ് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഇതിലൊഴിക്കാൻ ഒലീവ് ഓയിലാണ് നല്ലത്. ഇനി ഇതെല്ലാം ഇളക്കി ചേർക്കാം. ഒരു നേരം ഇങ്ങനെ സാലഡ് ഉണ്ടാക്കി കഴിച്ചു നോക്കൂ. ആരോഗ്യത്തിന് വളരെയധികം നല്ലതാണ്.
ഇതിൻ്റെ ചുറ്റുപാടും കിവി ഫ്രൂട്ട്സ് മുറിച്ച് ഗാർണിഷ് ചെയ്യാം. നിങ്ങൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഞാൻ ഇടുന്ന പുതിയ വീഡിയോകൾ കാണാൻ ബെൽ ഐക്കൺ അമർത്തുക. എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. കൂട്ടുകാരുമായി ഷെയർ ചെയ്യുക.